നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ വെള്ളപ്പൊക്കത്തിന് കാരണം ത്രിപുരയിലെ റിസർവോയർ തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടതെന്ന ആരോപണം നിഷേധിച്ച് ഇന്ത്യ രംഗത്ത് വരികയാണ്. ഡംബൂരിലെ റിസർവോയറിന്റെ സ്ലൂയിസ് ഗേറ്റ് തുറന്ന് ഗോമതി നദിയിലൂടെ ബംഗ്ലാദേശിലെ കോമില്ലയിലേക്ക് രാത്രി വെള്ളം ഒഴുക്കിവിട്ടെന്നാണ് ബംഗ്ലാദേശിന്റെ ആരോപണം. ഇതിനോടെ ബുധനാഴ്ച രാവിലെ മുതൽ കോമില്ല വെള്ളത്തിനടിയിലാണ്. റിസർവോയർ തുറക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ത്രിപുര സർക്കാർ നൽകിയിട്ടില്ലെന്നും ബംഗ്ലാദേശ് ആരോപിച്ചു. കനത്ത മഴയെ തുടർന്നാണ് 31 വർഷങ്ങൾക്ക് ശേഷം ഗേറ്റ് തുറന്നതെന്ന് മനസ്സിലാക്കാനാകുന്ന കാര്യമാണെങ്കിലും ഇത് ബംഗ്ലാദേശിനെ അറിയിക്കാത്തത് മോശമാണെന്ന് ബംഗ്ലാദേശ് ജലവികസന ബോർഡ് പറഞ്ഞതായി ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡംബൂർ റിസർവോയർ തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ മേഖലകളിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റിസർവോയറിന്റെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയാണ് പെയ്യുന്നതെന്നും ഇതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്നും മന്ത്രാലയം അറിയിച്ചു. ത്രിപുരയിലും അതിനോട് ചേർന്നുള്ള ബംഗ്ലാദേശിന്റെ മേഖലകളിലും ജനങ്ങൾ സമാന ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഓഗസ്റ്റ് 21 മുതൽ തുടരുന്ന മഴയെ തുടർന്ന് റിസർവോയറിന്റെ ഗേറ്റ് ഉയർത്തിയിട്ടുണ്ട്. വൈദ്യുതി തടസ്സം കാരണം ഇക്കാര്യം ബംഗ്ലാദേശിനെ അറിയിക്കുന്നതിൽ താൽക്കാലിക തടസ്സം നേരിട്ടെങ്കിലും മറ്റ് അടിയന്തര മാർഗങ്ങളിലൂടെ കഴിയുന്നതും വേഗം വിവരം കൈമാറിയെന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കില്ലെന്നും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ വ്യക്തമാക്കി. ഒരു വ്യക്തിയുടെ സാന്നിധ്യം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കാൻ തക്കവണ്ണം പ്രാധാന്യമുള്ളതല്ലെന്നും മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിലെ വിദേശകാര്യ വിഭാഗം ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ പറഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശിന്റെ നല്ല സുഹൃത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ നിയമവിരുദ്ധമായി കൈവശം വെച്ചിട്ടുള്ള ആയുധങ്ങൾ പ്രക്ഷോഭകർ ഈ മാസം 19-നകം തിരിച്ചേൽപ്പിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് ഉപദേഷ്ടാവ് ബ്രിഗേഡിയർ ജനറൽ എം ഷെഖാവത്ത് ഹുസൈൻ ആവശ്യപ്പെട്ടു. കലാപത്തിനിടെ പോലീസുകാരിൽ നിന്നാണ് തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ തട്ടിയെടുത്തത്. ഇവ ഒരാഴ്ചയ്ക്കകം പോലീസ് സ്റ്റേഷനുകളിൽ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജുഡീഷ്യറിയിലെ ആരെങ്കിലും ഏതെങ്കിലും ദുഷ്പ്രവർത്തികളിൽ ഉൾപ്പെട്ടാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും പുതിയ ചീഫ് ജസ്റ്റിസ് സയ്യിദ് റഫാത്ത് അഹമ്മദ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് പണിമുടക്കുന്ന പോലീസുകാർ തിരിച്ചെത്താൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. പോലീസ് അസോസിയേഷൻ ഉന്നയിച്ച 11 ആവശ്യങ്ങളിൽ മിക്കതും ഇടക്കാല സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. യുഎസിലെ ഹൂസ്റ്റണിൽ 300ഓളം ബംഗ്ലാദേശ് വംശജരായ ഹിന്ദുക്കൾ പ്രതിഷേധ പ്രകടനം നടത്തി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ജോ ബൈഡൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സേവ് ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ് എന്ന വിവിധ ഹിന്ദു സംഘടനകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളുടെ വാർത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും ഇത്തരം ആക്രമണങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു.